കാളകളുടെയും പശുക്കളുടെയും പരിപാലന ഇടമാണ് ഇഷയിലെ ഗോശാല. ഏതാണ്ട് 750ഓളം ഗോക്കളാണ് ഇവിടെ വസിക്കുന്നത്. ഇഷയിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ അടുത്തുള്ളത്. ആദ്യ ആൾ ഈ കാണുന്ന പോലെ ഒന്നുമില്ല, ഭയങ്കര അഗ്രസീവ് ഒക്കെ ആയിരുന്നു. പിന്നെ സദ്ഗുരു ബോലെന്ന് പേരിട്ട് ഭയങ്കര കാമാക്കിയതിന് ശേഷം ഇപ്പം എല്ലാവരും ഭയങ്കര സെൻറ്റർ ഓഫ് അട്രാക്ഷനായി മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഇഷ ഗോശാലയിലെ ബോലയാണ്. ഇവൻ്റെ പേര് ബോലെ എന്നാണ്. ഇവൻ ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുന്നതിന് മുമ്പ്, അതായത് കോവിഡ് സമയത്താണ് ഇവൻ ഇവിടെ നമ്മുടെ ആശ്രമത്തിലോട്ട് ഡൊണേറ്റ് ചെയ്തത്. ഒരാൾ ഡൊണേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ബോല ഇവിടെ വരുന്നതിന് മുമ്പ് ഈ ബോല ഭയങ്കര അഗ്രസീവായിരുന്നു. ആരെയും അടുപ്പിക്കില്ല, 1-2 പേരെ മാത്രമായിട്ട് കേൾക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു അഗ്രസീവായിട്ടുള്ളൊരു ബുള്ളായിരുന്നു. ഇവിടെ വന്ന് സദ്ഗുരു ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് സദ്ഗുരു ഇവന് ബോല എന്നുള്ള പേര് കൊടുക്കുകയും അതിനുശേഷം ഇവൻ ശാന്തമാവുകയും ചെയ്യുമെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ആശ്രമത്തിലുള്ള നമ്മുടെ വോളണ്ടിയേഴ്സ് ആണെങ്കിലും ആശ്രമേറ്റ്സ് ആണെങ്കിലും ഇവൻ്റെ ഓരോ ദിവസങ്ങൾ ഓരോ കാലം കഴിയുമ്പോൾ ഇവൻ്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് ഭയങ്കര അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് വലിയൊരു എക്സാമ്പിളാണ്. സ്പിരിച്വാലിറ്റി ഇങ്ങനെയുള്ള ആശ്രമത്തിലോട്ടൊക്കെ വരുമ്പം എത്ര വലിയ അഗ്രസീവ് ആയിട്ടിരുന്ന ആളാണെങ്കിലും എത്രത്തോളം ശാന്തം ഇങ്ങനൊരു സ്പേസിൽ വരുമ്പോൾ ഇങ്ങനെ ലൈക്ക് ലവ്, കമ്പാഷൻ ഇതൊക്കെ കൊണ്ട് ശാന്തമാവുന്നതിനുള്ളൊരു വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഈ ഗോശാലയിൽ നമുക്ക് മൊത്തത്തിലൊരു 750 മാടാണുള്ളത്. അതായത് കാളകളും പശുക്കളുമായിട്ട്. ഇത് ശരിക്കും ഒരു ഡയറി ഫാം അല്ല, ഒരു ഗോശാലയാണ്. ഡയറി ഫാമും ഗോശാലയും തമ്മിലുള്ള വ്യത്യാസം, ഡയറി ഫാം എന്ന് വെച്ചാൽ ബിസിനസ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഇവിടെ നമുക്ക് ബിസിനസ് ഇല്ല. ഇവിടെ നമുക്ക് അങ്ങനെ ലാഭമൊന്നുമില്ല. കാര്യം നമുക്ക് 50% പശുക്കളും 50% കാളകളുമാണ് ഇവിടെ ഉള്ളത്.